ദൈവനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകൽക്കാലം ദിവസനിധിയിലെ നാം ആരാധനയ്ക്കായിട്ട് കടന്നു വന്നിരിക്കുമ്പോൾ ആരാധനയുള്ള ബന്ധത്തിൽ യെശയ്യാ പ്രവചനത്തിൽ നിന്നും ഒരു വേദഭാഗം വായിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. യെശയ്യാ പ്രവചനം 12-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യം. അന്നാളിൽ നീ പറയുന്നത് എന്തെന്നാൽ, യഹോവേ, നീ എന്നോട് കോപിച്ച് നിന്റെ കോപം മാറി നീ എന്നെ ആശ്വസിപ്പിച്ചിരിക്കാൻ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വെറും 6 വാക്യങ്ങളുള്ളതായിരിക്കുന്ന ഒരു അധ്യായമാണ് ഈ 12-ാം അധ്യായം. ഇതിനകത്ത് താൻ പറയുന്നത്, എന്നോട് നീ കോപിച്ചു, യഹോവേ നീ എന്നോട് കോപിച്ചു. അത്രമാത്രമല്ല, പിന്നെ പറയുന്നത്, എന്നാൽ നിന്റെ കോപം മാറി. നീ എന്നോട് കോപിച്ചു, എന്നാൽ എന്നോടുള്ള നിന്റെ കോപം മാറി. അത്ര മാത്രമല്ല, നീ എന്നെ ആശ്വസിപ്പിച്ചിരിക്കുന്നു. അപ്പോൾ ഈ ദൈവത്തിൻ്റെ 2 സ്വഭാവങ്ങൾ, ഒന്ന് അവൻ കോപിക്കുന്നവനാണ്, രണ്ടാമത് അവൻ ആശ്വസിപ്പിക്കുന്നവനാണ്, അല്ലെങ്കിൽ അവൻ സ്നേഹവാനാണ്. നമുക്കറിയാം, ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയാണെന്ന് പറയുന്നുണ്ട്, ദൈവം സ്നേഹം തന്നെ എന്നും പറയുന്നുണ്ട്. ഇവിടെ അങ്ങനെ ഇസ്രയേൽ മക്കൾ കോപത്തിൽ അധീനപ്പെട്ട് കോപത്തിൽ ആയിരുന്ന ഈ ഇസ്രായേൽ മക്കളെ ദൈവം ആ കോപത്തിൽ നിന്ന് അവർക്ക് കോപം മാറ്റി എന്ന് മാത്രമല്ല, അവരെ ദൈവം ആശ്വസിപ്പിച്ചു. അത് മുഖാന്തരം ഈ 6 വാക്യങ്ങളുള്ള ഈ അധ്യായം വായിക്കുമ്പോൾ അതിൻ്റെ 1-ാം വാക്യത്തിൻ്റെ അവസാനത്തിൽ പറയുന്നുണ്ട്, ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. 2-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, നീ എൻ്റെ രക്ഷയാണ്. 3-ാം വാക്യത്തിൽ 2-ാം വാക്യത്തിൽ വീണ്ടും പറയുന്നുണ്ട്, അവൻ എൻ്റെ രക്ഷയായി തീർന്നിരിക്കുന്നു. 3-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗത്ത് പറയുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങൾ സന്തോഷത്തോടെ രക്ഷയുടെ ഉറവുകളിൽ നിന്ന് വെള്ളം കോരും. അതുപോലെ തന്നെ അതിൻ്റെ 4-ാം വാക്യത്തിൽ യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവീൻ. അവസാനമായിട്ട് 6-ാം വാക്യത്തിൽ ഘോഷിച്ച് ഉല്ലസിപ്പീൻ. നോക്കുക, ദൈവ കോപാഗ്നിയിലായിരുന്ന ഈ ഇസ്രായേൽ ജനത്തെ ദൈവം വിടുവിച്ചു, കോപം മാറ്റി, അവർക്ക് ആശ്വാസം പ്രദാനം ചെയ്തതിൽ കൂടി അവർക്ക് ചിന്തിക്കുവാൻ തക്കൊണ്ടുള്ളത്, അവർക്ക് പറയുവാൻ തക്കൊണ്ടുള്ളത് ഒന്ന് മാത്രമേ ഉള്ളൂ: ദൈവം എൻ്റെ രക്ഷയാണ്, യഹോവ എൻ്റെ രക്ഷയാകുന്നു. അതുകൊണ്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യും. ഉഗ്രകോപം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ആഖാന്റെ ജീവിതത്തിൽ നമുക്കറിയാം, ഈ ഉഗ്രകോപം ദൈവത്തിന് ആ ഉഗ്രകോപം മാറ്റിയത് എങ്ങനെയാണെന്നുള്ളത് യോശുവയുടെ പുസ്തകം 7-ാം അധ്യായത്തിൻ്റെ 26-ാം വാക്യത്തിൽ നാം കാണുന്നുണ്ട്. അതിപ്രകാരമാണ്, അവൻ്റെ മേൽ അവർ ഒരു വലിയ കൽക്കൂന്ന് കൂട്ടി, അത് ഇന്ന് വരെ ഇരിക്കുന്നു. ഇങ്ങനെ യഹോവയുടെ ഉഗ്രകോപം മാറി. ഉഗ്രകോപം മാറുവാൻ തക്കവണ്ണം അതിൻ്റേതായിരിക്കുന്ന ശിക്ഷ കല്ലെറിഞ്ഞ് കൊല്ലുക എന്നുള്ളതായിരുന്നു. അങ്ങനെ ആഖാനെ കല്ലെറിഞ്ഞ് കൊന്നു. അങ്ങനെ യഹോവയുടെ ഉഗ്രകോപം മാറി എന്നും നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയുന്നുണ്ട്. എന്നാൽ പുതിയ നിയമത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ ഇത് എപ്രകാരമാണ് ഈ ന്യായവിധിയിൽ നിന്ന് നമുക്ക് വിടുതൽ തന്നത് എന്ന് നമുക്ക് നോക്കാം. യോഹന്നാന്റെ സുവിശേഷത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ, യോഹന്നാന്റെ സുവിശേഷം അതിൻ്റെ 5-ാം അധ്യായം അതിൻ്റെ 24-ാം വാക്യത്തിൽ, യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം ഇതിൻ്റെ 24-ാം വാക്യത്തിൽ ഇപ്രകാരം വായിക്കുന്നു: ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, എൻ്റെ വചനം കേട്ട് എന്നെ അയച്ചവനെ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. അവൻ ന്യായവിധിയിൽ ആകാതെ മരണത്തിൽ നിന്ന് ജീവങ്കിലേക്ക് കടന്നിരിക്കുന്നു. ഒരു ന്യായവിധി ഉണ്ടായിരുന്നു നമുക്ക് ഏവർക്കും. ആ ന്യായവിധിയിൽ നിന്ന് വലിയവനായിരിക്കും ദൈവം ആ ന്യായവിധിയിൽ നിന്ന് നമ്മെ വീണ്ടെടുത്തു എന്നാണ് യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 24-ാം വാക്യത്തിൽ നമുക്ക് കാണുവാൻ തക്കണം കഴിയുന്നത്. അതുപോലെ തന്നെ നമുക്ക് സങ്കീർത്തനത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ, സങ്കീർത്തനം 40-ാം അധ്യായത്തിൽ നാം കാണുന്നുണ്ട്. സങ്കീർത്തനം 40-ാം അധ്യായത്തിൽ അതിൻ്റെ 13-ാം വാക്യത്തിൽ, യഹോവേ, എന്നെ വിടുവിപ്പാൻ ഇഷ്ടം തോന്നണമേ. ഈ വലിയ ന്യായവിധിയിൽ നിന്ന് ദൈവം എപ്രകാരമാണ് നമ്മെ വിടുവിച്ചത്? ഒരു വാക്കിനാലല്ല, ഏതെങ്കിലും രീതിയിൽ, വേറൊരു രീതിയിലല്ല. ദൈവം നമ്മെ ആ വലിയ ന്യായവിധിയിൽ നിന്നും, കല്ലെറിഞ്ഞ് നാം മരിക്കേണ്ടവരായിരുന്ന ആ സ്ഥാനത്ത് നിന്നും ദൈവം നമ്മെ വിടുവിച്ചു. നമ്മെ വിടുവിക്കുവാൻ വേണ്ടി ദൈവം എന്ത് ചെയ്തു എന്നുള്ളത് നമുക്ക് ഈ സങ്കീർത്തനത്തിൽ
40 സങ്കീർത്തനം 13 വാക്യത്തിലെ ഇപ്രകാരം കാണുന്നു. സങ്കീർത്തനക്കാരൻ പ്രാർത്ഥിക്കുകയാണ്, സങ്കീർത്തനക്കാരൻ യാചിക്കുകയാണ്, യഹോവേ എന്നെ വിടിവിപ്പാൻ ഇഷ്ടം തോന്നണമേ. അതായത് ഒരു വിടുതൽ ആവശ്യമാണ്, ഒരു ഉദ്ധാരണം ആവശ്യമാണ്, ഒരു വീണ്ടെടുപ്പ് ആവശ്യമാണ് സങ്കീർത്തനക്കാരന്. അതുകൊണ്ട് താൻ പ്രാർത്ഥിക്കുകയാണ്, എനിക്ക് വീണ്ടെടുപ്പ് തരുവാൻ തക്കവണ്ണം യഹോവയ്ക്കല്ലാതെ വേറെ ആർക്കും സാധ്യമല്ല. അതുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്, യഹോവേ എന്നെ വിടുവിപ്പാൻ നിനക്ക് ഇഷ്ടം തോന്നണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ന്യായവിധിയിൽ നിന്ന് ഒരു വിടുതൽ ആവശ്യമാണെന്നും ആ വിടുതൽ വലിയവനായിരിക്കുന്ന ദൈവത്തിന് മാത്രമേ ആ വിടുതൽ കൊടുക്കുവാൻ കഴിയുകയുള്ളൂ എന്ന് പൂർണ്ണ ബോധ്യം സങ്കീർത്തനക്കാരനെ അഥവാ ദാവീദിനെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നേ, അതിൻ്റെ 40 അധ്യായത്തിൻ്റെ 8 വാക്യത്തിൽ നിന്ന് ഇപ്രകാരം വായിക്കുന്നു. 7 അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതാ ഞാൻ വരുന്നു, പുസ്തക ചുരുളിൽ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു, എൻ്റെ ദൈവമേ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടുന്നു. നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ ഇഷ്ടം നമ്മുടെ പ്രാർത്ഥന കേട്ട് നമ്മുടെ പ്രാർത്ഥനയിൽ കൂടി നമ്മെ ആ വലിയ ന്യായവിധിയിൽ വിടുവിപ്പാൻ വേണ്ടി വലിയവനായിരിക്കുന്ന ദൈവം എടുത്തൊരു തീരുമാനമാണ് പുത്രനെ ഈ ലോകത്തിലേക്ക് അയക്കുക എന്നുള്ളത്. ന്യായവിധിയിൽ നമ്മെ വിടുവിപ്പാൻ, ആ വലിയ കോപാക്തിയിൽ നിന്ന് നമുക്ക് വിടുതൽ തരുവാൻ വലിയവനായിരിക്കും ദൈവം തൻ്റെ ഓമനകുമാരനെ ഈ ഭൂമിയിലേക്ക് അയച്ചു 2000 വർഷങ്ങൾക്ക് മുമ്പ്. അതുകൊണ്ടാണ് ഇവർ പറയുന്നത്, എൻ്റെ ദൈവമേ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടുന്നു. നമുക്കിഷ്ടമുണ്ടായിരുന്നു, നമുക്കൊരു വിടുതൽ ആവശ്യമാണ് എന്നുള്ളത്. എന്നാൽ ആ വിടുതലിന് വേണ്ടി എന്താണ് ചെയ്യേണ്ടത്? അതെ, കല്ലെറിഞ്ഞ് നാം ഓരോരുത്തരും മരിക്കേണ്ടതായിരിക്കും സ്ഥാനത്ത്. അങ്ങനെ ദൈവത്തിൻ്റെ കോപം, ഉഗ്രകോപം മാറേണ്ടതായിരുന്നു. എന്നാൽ ആ സ്ഥാനത്ത് നമ്മെ കല്ലെറിയാതെ കണ്ട് ഗുരുവിൻ്റെ മേൽ കല്ലെറിഞ്ഞു. അത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മേലായിരുന്നു. അത് നമുക്ക് കാൽവറി ക്രൂശിൽ കാണുവാൻ കഴിയുന്നുണ്ട്. നമ്മെ ഓരോരുത്തരെയും കല്ലെറിഞ്ഞ് കൊന്ന് ദൈവത്തിൻ്റെ ആ ഉഗ്രകോപം മാറ്റേണ്ടതായിരുന്നു. എന്നാൽ ആ സ്ഥാനത്ത് എന്നെയും നിങ്ങളെയും വീണ്ടെടുത്തുകൊണ്ട് ഇതാ തൻ്റെ ഓമനകുമാരൻ ഏകജാതനായിരിക്കുന്ന പുത്രനെ ആ കാൽവരി ക്രൂശിലേക്ക് അയച്ചുകൊണ്ട് അവൻ്റെ മേൽ കല്ലെറിഞ്ഞു, അവനെ കൊന്നു, അവൻ്റെ ജീവിതം പൂർണ്ണമായിട്ട് ആ കാൽവരിയിൽ സമർപ്പിച്ചു. അങ്ങനെ നമുക്ക് വിടുതലുണ്ടായി. അതുകൊണ്ട് യെശയ്യാ പ്രവചനം 12 അധ്യായത്തിൽ നിന്ന് വായിച്ചതുപോലെ തന്നെ നമുക്ക് അവൻ നമ്മുടെ രക്ഷയായി തീർന്നിരിക്കുന്നു. യഹോവേ നീ എൻ്റെ രക്ഷ, ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് ഈ രാവിലെ സമയത്ത് നമുക്കവനെ സ്തുതിക്കാം, നമുക്കവനെ മഹത്വപ്പെടുത്താം. ആ ഉഗ്രകോപത്തിൽ നിന്ന് വിടുതൽ തരുവാൻ വേണ്ടി തൻ്റെ ഓമന മകനെ കാൽവരി ക്രൂശിലേക്ക് ഈ ഭൂമിയിലേക്ക് അയച്ച് ഗതസമനയുടെ മറക്കുവാൻ കഴിയില്ല എന്ന് പാട്ടുകാരൻ പാടുന്ന പോലെ ആ ഗതസമനയുടെ നമുക്കൊരിക്കലും മറക്കുവാൻ കഴിയില്ല. കാരണം നാം ഓരോരുത്തരും കല്ലെറിഞ്ഞ് കൊല്ലപ്പെടേണ്ടവരായിരുന്നു. എന്നാൽ നമ്മെ ആ ഉഗ്രകോപത്തിൽ നമ്മെ വിടുതൽ തരുവാൻ വേണ്ടി ആ ഉഗ്രകോപം അത് കാൽവരി ക്രൂശിൽ തൻ്റെ ഓമനകുമാരൻ്റെ മേൽ ചൊരിഞ്ഞു. അതാണ് നമുക്ക് 22 സങ്കീർത്തനത്തിൽ വായിക്കുന്നത്. അന്ധകാരം വ്യാപിച്ചപ്പോൾ എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ന് ആ വലിയ തൻ്റെ ഓമനകുമാരനെ കൈവിട്ടുകൊണ്ട് നമ്മെ ആ ഉഗ്രകോപത്തിൽ വിടുവിച്ചതായിരിക്കുന്ന ഈ കർത്താവിനെ നമുക്ക് സ്തുതിക്കാം, മഹത്വപ്പെടുത്താം. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ.